ചേട്ടാ എങ്ങനെയുണ്ട് ബോർഡ്? അടിപൊളിയല്ലേ? ആദ്യം ബോർഡ് നേരെ വൈ, എന്നിട്ട് പറയാം അടിയാണോ പൊളിയാണോ എന്ന്. നിനക്കെങ്കിലും ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ? പിടിക്കാം. ഇപ്പോഴോ? നീ ഇനി പിടിക്കണ്ട. ഇപ്പൊ എങ്ങനെയുണ്ട്? ബോർഡ് കണ്ടാൽ അറിയാം നാടകം കലക്കും. കുറുപ്പേട്ടോ, അവിടെ അടുത്ത നാടകമായി ബോർഡ് വെച്ചു ബാങ്കിന്റെ മുമ്പിൽ. ഡിസൈൻ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എന്റെ പടം വന്നപ്പോ ഒരു ലുക്കുണ്ട്. എന്റെ പടം കൂടി ഇവിടെ വച്ചിരുന്നെങ്കിൽ നിന്റെ ഗ്ലാമർ പോയെന്നെ. അതുകൊണ്ടാ ഒരു നടിയുടെ പടം വരച്ചു ചേർത്തത്. അതെന്തായാലും നന്നായി. ഇപ്പൊ ഒരു വൃത്തിയുണ്ട്. നിന്റെ പടം വന്നിരുന്നെങ്കിൽ ഈ കല്യാണ ചെറുക്കന്റെ പുറത്ത് കാക്ക തൂറിയ പോലെ ഇരുന്നില്ല. ഇതുപോലെ 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 സ്വപ്നം വേണ്ട. തലതെറിച്ച സ്വപ്നോ? തലതെറിച്ച പിന്നെ എങ്ങനെയാ കുറുപ്പിയേട്ടാ സ്വപ്നം കാണുന്നേ? കണ്ണ് തലയിലല്ലയോ ഇരിക്കുന്നേ? അല്ലെങ്കിലും തലതെറിച്ചവന്മാർക്ക് എവിടെ സ്വപ്നം? പപ്പാ, എന്റെ നാവ് ചൊറിഞ്ഞു വരുന്നു. നീ ചൊറിയണ്ട, ഇത് ഞാൻ ശരിയാക്കി തരാം. വന്നേ. ആണിക്കുറുപ്പിന്റെ ആണി ഇന്ന് ഇളക്കണം. പൊന്നപ്പൻ ചേട്ടോ, ആണി ഉണ്ടാവോ ഒരെണ്ണം എടുക്കാൻ? ബാർബർ ഷാപ്പിലോടുന്ന ആണി പിന്നെ ബ്ലേഡ് മതിയെങ്കിലേ ഈ ഷേവ് കഴിഞ്ഞിട്ട് തരാം. ഈ ബ്ലേഡ് ഒക്കെ ഏതെങ്കിലും ബ്ലേഡ് കമ്പനിക്കാർക്ക് കൊടുത്താൽ മതി. വടിച്ചതാവുമ്പോ മൂർച്ച കൂടും. ഞങ്ങൾക്ക് വേണ്ടത് ഒരു ആണിയാണ്. ആ ബോർഡ് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ആണി. പൊന്നുംപടി, ഇവിടെ കാണും ഒരാണി. അവിടെ ഒരു കമ്മലിന്റെ ആണി പോലും ഇല്ല. ആണിന്റെ മക്കള് എന്റെ കാലിന് ആണിയാണെങ്കിൽ നിന്റെയൊക്കെ ആസനത്തിലാണ് കിളുക്കും. അതെ മുതലാളി, ആ ആണിക്കടക്കാരൻ മാത്രം ഇതുവരെ പലിശപ്പണം തന്നിട്ടില്ല. ആ പട്ടി തന്നില്ല കിട്ടിയില്ല എന്ന് പറയാനാണോടാ ഞാൻ നിന്നെ ഇവിടെ കാശ് എന്ന് ജോലിക്ക് വെച്ചിരിക്കുന്നത്? നീ ഉമ്മാരുടെ കൂടെ കൂടിക്കോ. സ്വന്തവും ബന്ധവും ഒക്കെ വീട്ടില് തിന്നുന്ന ചോറിനോട് കൂറ് വേണം. എടാ, സോഷ്യലിസ്റ്റ് കുമാരന്റെ മകനാണെന്നും ഞാൻ വിചാരിക്കില്ല. പിടിച്ചെടുത്ത് ചവിട്ടിക്കൂട്ടി നിലത്തിൽ ജനിച്ചു കളയോ. കുന്തം. മുതലാളിയുടെ വിഷമം മനസ്സിലായല്ലോ. മേലാൽ ഈ നാട്ടിലാരും ആണി എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്. അതുകൊണ്ട് മുതലാളിയുടെ കാലിൽ കുന്തരോഗം. അങ്ങോട്ട് ഇറങ്ങ. കുറുപ്പേട്ടാ, കുറുപ്പേട്ടാ ഒന്നിങ്ങോട്ട് വന്നേ. എന്താടി? ദേ ഓമനക്കുട്ടന്റെ നാടകത്തിൽ അഭിനയിക്കുന്ന നായിക വരുന്നു. എവിടെ? ദേ ആ ബസ്സില്. നടി കൊള്ളാവല്ലോ. കഴിഞ്ഞ തവണ ഏതോ ഒരു തള്ളയായിരുന്നില്ലേ? ഇത് ഏതോ കൊച്ചെന്നറിയോ കുറുപ്പേട്ടന്? ഇല്ല. നമ്മുടെ മിൽമ ഗിരിജയുടെ മോളാ. ആ ഓമനക്കൂട്ടൻ ആള് കൊള്ളാവല്ലോ. അവൻ ഇവിടെ എങ്ങനെ ഒപ്പിച്ചു? മോള് നാടകത്തിൽ അഭിനയിച്ച മിൽമ ഗിരിജ ബാങ്കിൽ അടയ്ക്കാനുള്ള കാശ് എഴുതി തള്ളാമെന്ന് ഓമനക്കുട്ടൻ പറഞ്ഞത്രേ. മിൽമാഗിരിജയുടെ മോളാണെങ്കിൽ എന്താ, ആളൊരു നല്ല സുന്ദരിക്കുട്ടി തന്നെയാണേ. നമസ്കാരം. എന്നെയാണോ നോക്കിയത്? എന്നെ ആയിരിക്കും. ആ അത് ശരി. നീ എന്റെ മുകളിൽ കൂടെ ലൈൻ വലിക്കുകയാണല്ലേ? അവൻ വലിക്കട്ടെ കുറുപ്പേട്ടാ, പ്രായം അതല്ലേ, നമുക്കത് കണ്ടെങ്കിലും രസിക്കാം. ഏട്ടൻ കൊണ്ടുവന്ന പെണ്ണിനെ തന്നെ കൊളുത്തി വലിക്കണം. നാണമില്ലല്ലോടാ. എടാ, വായി നോക്കി നിൽക്കാതെ പോയി കളക്ഷൻ എടുത്തിട്ട് പാടാ. അവന്റെ ഒരു കുട്ടി ആദ്യമായിട്ട് അഭിനയിക്കുന്നതിന്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് റിഹേഴ്സൽ എടുത്തെടുത്ത് ശരിയാക്കാം. പിന്നെ എന്റെ വീട്ടിലേക്കാണല്ലോ പോകുന്നത്. ആക്ടിങ്ങിന്റെ ചില പുതിയ സ്റ്റൈലുകൾ ഞാനിന്ന് പഠിപ്പിച്ചു തരാം. എന്റെ കൂടെ കുറച്ചുകൂടെ മിങ്കിൾ ചെയ്യണം. ആദ്യം നീ നിന്റെ ഡയലോഗ് പഠിക്കും, എന്നിട്ട് ബാക്കിയുള്ളവരെ തിരുത്താൻ നോക്ക്. നന്ദന കൂടി വന്നോടെ എനിക്ക് നാടകത്തിൽ ഇപ്പൊ നല്ല പ്രതീക്ഷയായി. ഇനി നമ്മളോട് ഒന്ന് കൊണ്ടുപിടിച്ചാ മതി. അല്ല ഓമനക്കുട്ട, എനിക്കൊരു ചെറിയ സംശയം. ഈ നായകനും നായികയും തമ്മിൽ ഒരുപാട് പ്രായ വ്യത്യാസമില്ലേ? അത് സാരമില്ല, ക്ലൈമാക്സിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്തി ഞാനത് സോൾവ് ചെയ്തോളാം. അത് വേണ്ട, ക്ലൈമാക്സ് ഇപ്പൊ ഉള്ളത് തന്നെയാണ് നല്ലത്. വേണമെങ്കിൽ നായകന്റെ വേഷം ഞാൻ ചെയ്യാം. അപ്പൊ പിന്നെ നാടകമേ മാറ്റേണ്ടി വരും. അത് ശരിയാ, ഇവിടെ കോമഡി ചെയ്യാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, വേറെ ആരുമില്ലല്ലോ. വരൂ നന്ദനെ, സമയം ഒരു. എങ്ങോട്ട് പോകുന്നു? എന്റെ വീട്ടിലേക്ക്. നന്ദന സാധാരണ നടിമാരെ പോലെ അല്ലാത്തതുകൊണ്ട് ചപ്പാത്തിയും ചിക്കനും വേണമെന്ന് ഞാൻ ബിന്ദുവിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നീ പേടിക്കണ്ട, ചിക്കന്റെ ചെലവ് ബാങ്കിന്റെ കണക്കിൽ പെടുത്തൂല. എല്ലാ വർഷവും അതൊക്കെ എന്റെ പോക്കറ്റിൽ നിന്ന്. എന്നാൽ ഇനി മുതൽ അങ്ങനെ ഒരു നഷ്ടം നീ സഹിക്കണ്ട. നന്ദന വരൂ, നമുക്ക് പോവാം. ഈ പാതിരാത്രിക്ക് അതിനെ എന്റെ വീട്ടിൽ കൊണ്ടാക്കാൻ പോവാണോ? വഴി വളരെ മോശം, വല്ല പാമ്പും കടിക്കും. നന്ദനെ ഞാൻ എന്റെ വീട്ടിലേക്കാ കൊണ്ടുപോകുന്നത്. ആ വഴിയിലൊന്നും പാമ്പില്ല. വഴിയിൽ എന്തിനാ? വീട്ടിലില്ലേ രാജവെമ്പാല, ലംബോദരം പിള്ള. ഈ കൊച്ചിനെ അങ്ങേര് വീട്ടിൽ കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതല്ല, ഞാൻ നോക്കിക്കൊള്ളാം. നന്ദന വാ. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. ലോക്കൽ നടിമാര് വരുമ്പോ കൊണ്ടുപോയി പാർപ്പിക്കാൻ ഞാൻ വേണം. അല്പ വർക്കത്തുള്ള ഒരെണ്ണം വന്നപ്പോ സൽക്കരിക്കാൻ എത്ര പേര്? പോട്ട് പപ്പൻ ചേട്ടാ, നിങ്ങൾക്ക് അത്ര ആശ്വാസമായില്ലേ? നിനക്ക് എന്റെ വിഷമം മനസ്സിലാവില്ല. എന്റെ ആത്മാർത്ഥത അവൻ ചോദ്യം ചെയ്തത്. എന്തെല്ലാം പ്രിപ്പറേഷൻസ് ആയിരുന്നു. ഗോവിന്ദൻകുട്ടി പീഡിപ്പിച്ചു, യമ്മൻ നമ്പ്യാർ പീഡിപ്പിച്ചു, ഉമ്മർ പീഡിപ്പിച്ചു,
ജാസ് പ്രകാശ് പീഡിപ്പിച്ചു, ബാലൻ കെ നായർ പീഡിപ്പിച്ചു. അതൊക്കെ സിനിമയിൽ അന്നൊക്കെ ഭീകര ബലാത്സംഗങ്ങളായിരുന്നു. പക്ഷെ ഇന്നോ മിണ്ടിയാലും മൂളിയാലും തൊട്ടാലും പിടിച്ചാലും എന്തിന് ഒന്നറിയാതെ പെടുത്തുപോയാൽ പോലും പീഡനമാണ്. പോരാത്തതിന് 50% സ്ത്രീ സംവരണവും. ഇന്ത്യയിലെ ആണുങ്ങൾക്ക് മുഴുവനും ഇപ്പോൾ പീഡനകാലമാണ്. അതെ. അതിനിടക്ക് പോക്കരങ്ങാടി എന്ന ചെറിയ രാജ്യത്ത് ചെറിയ സഹകരണ ബാങ്കിന്റെ ചെറിയൊരു മാനേജറായ ഓമനക്കുട്ടൻ ചെറിയൊരു പെൺകുട്ടിയെ നാടകത്തിൽ അഭിനയിപ്പിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന വാർത്ത നാട്ടുകാരറിഞ്ഞാൽ എന്റെ രാഷ്ട്രീയ ഭാവി എന്താകും? നാളെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകേണ്ടേ? അല്ല, ഈ പഞ്ചായത്തിന്റെ മുഖ്യ മെമ്പറെങ്കിലും ആകേണ്ട ആളാണല്ലോ ഞാന്. അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തെ? ഒരു പാവം പെൺകുട്ടിയെ തെറ്റായ വഴിക്ക് നയിച്ചിട്ടാണോ ബാങ്കിന്റെ കടം വിട്ടണ്ടേ അല്ലേ? ഓരോന്ന് ചെയ്തു വെക്കുമ്പോൾ നാട്ടിൽ നിലയും വിലയുമുള്ള സോഷ്യൽ സ്റ്റഡീസ് കുമാരന്റെ മകനാണെന്നുള്ള ഓർമ്മയെങ്കിലും അതിൽ ഉണ്ടാവണമായിരുന്നു. സോഷ്യൽ സ്റ്റഡീസ് അല്ല, സോഷ്യലിസ്റ്റ്. ഞാൻ കുറച്ച് സ്റ്റാൻഡേർഡ് കൂട്ടി പറഞ്ഞല്ലേടി. നിങ്ങളൊക്കെ എന്തെല്ലാം പറഞ്ഞാലും ഓമനക്കുട്ടനെ എനിക്കറിയാം. അവന്റെ ഭാഗത്തുനിന്ന് ഒരു പിഴവ് ഉണ്ടാവുകയില്ല. അല്പം നാടകഭ്രമം ഉണ്ടെങ്കിലും എന്റെ മോൻ നന്മയുള്ളവനാ. ആലിയൻ ചിലപ്പോ നന്മ നിറഞ്ഞ ശ്രീനിവാസനായിരിക്കും. പക്ഷെ ആ പെൺകുട്ടി അങ്ങനെ ആയിരിക്കണമെന്നില്ല. മിൽമ ഗിരിജയുടെ മോളല്ലേ? മിൽമ ദൂത്ത് പാലി. അതാണ് ഈ ഗിരിജയുടെ ഓമന പേര്. അപ്പൊ അത് ശരി, കൊണ്ട പെണ്ണുങ്ങളുടെ ഓമന പേര് വിളിച്ച് നടക്കാം നിങ്ങളല്ലേ? ഇല്ല രമണി, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വീട്ടിൽ ചെന്ന് വോട്ട് ചോദിച്ച ബന്ധം എനിക്ക് അവളായിട്ടുള്ളൂ. അന്ന് ഞാൻ കെഞ്ചി ചോദിച്ചിട്ടും എന്റെ മുഖത്ത് നോക്കി തരില്ല എന്ന് പറഞ്ഞവള്. എതിർ സ്ഥാനാർത്ഥിക്ക് കൊടുക്കുള്ളത്രേ. എന്റെ ചിഹ്നം അവക്ക് പിടിച്ചില്ല. കുലച്ച വാഴ. വരൂ. അച്ഛാ, ഇത് എന്റെ നാടകത്തിൽ അഭിനയിക്കാൻ വന്ന കുട്ടിയാ, നന്ദന. ഇന്നൊരു ദിവസത്തേക്ക് നന്ദന ഇവിടെ താമസിപ്പിക്കണം. വെളുപ്പിനെ എഴുന്നേറ്റ് പോയിക്കൊള്ളൂ. അച്ഛനെന്തിനാ എന്നെ നോക്കുന്നേ? രാത്രി അഭയം ചോദിച്ചു വരുന്നവരെ ഇറക്കി വിടാനൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. അഭയമാ? ഇവിടെ ആരും അഭയം തേടി വന്നൊന്നുമല്ല. നന്ദനക്ക് ഈ വീട് സ്വന്തം വീട് പോലെ കരുതാമെന്ന് പറഞ്ഞ് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നാ. എന്താ രമണി, നിനക്കൊരു കനം? എന്ത് കനം? ആ, കഴിഞ്ഞ മാസം ശമ്പളം കിട്ടിയപ്പോ നിനക്കൊന്നും തന്നില്ലല്ലോ. നാ, ഒരു സാരി വാങ്ങിച്ചോ. അയ്യോ, 500 രൂപയുടെ സാരിയോ? ഏട്ടൻ്റെ ഒരു സ്നേഹം. കുട്ടിയുടെ പേരെന്താ പറഞ്ഞേ? ചന്ദനെന്നോ? നന്ദന. രണ്ടും നല്ല പേരാ. ഏട്ട ധൈര്യമായിട്ട് വെക്കോ. ഇവളുടെ കാര്യം ഞാൻ ഏറ്റു. മാമളെ, നമുക്ക് ഡ്രസ്. എന്നാ ഞാൻ ഇറങ്ങട്ടെ അച്ഛാ. ഇതുപോലെ റിഹേഴ്സലുള്ള ദിവസം നന്ദനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നാക്കും. അതിലെന്താ, നിന്റെ വീടല്ലേ? പോട്ടെ അളിയാ. അല്ല അറിയാ, പാർട്ടിയുടെ ഏരിയ സമ്മേളനത്തിന്റെ പിരിവ് തുടങ്ങിയിട്ടുണ്ട്. ഏത് പാർട്ടി? UVWI. UVW? അപ്പൊ XYZ കൂടെ ആവുമ്പോ ഇംഗ്ലീഷിലുള്ള എല്ലാ അക്ഷരങ്ങളും ആവുമല്ലോ. അതോടെ പിരിവ് തീരുവോ? അതോ ആദ്യം മുതൽ ABCD തുടങ്ങുവോ? അപ്പൊ ഞാൻ നാളെ ബാങ്കിൽ വരാം. അല്ല, വരുന്നുണ്ടെ നേരത്തെ പറയണം. എന്തിനാ? എനിക്ക് മുങ്ങാനാ. ഒരു ഹാസ്യാവിഷ്കാരം. കുറച്ച് കൂടിപ്പോയി. ഇനി സുഖമായിട്ടൊന്ന് ഇറങ്ങണം. ഉണ്ണലും ഉറങ്ങലും അല്ലാതെ വേറെ പണിയൊന്നും ഇല്ലല്ലോ. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല രമണി, നിന്നെ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടണ്ടേ? മനുഷ്യ, വായിലിരിക്കുന്ന കേൾക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇന്നും തലേണ തന്നെ ശരണം. അല്ല, എങ്ങോട്ടേ പോകുന്നേ? ഉറങ്ങാൻ. അങ്ങോട്ട് ചെല്ല്, ആ പെണ്ണവിടെ കിടപ്പുണ്ട്. അപ്പൊ നിനക്ക് കുഴപ്പമൊന്നുമില്ലേ? എന്തോ അല്ല, ആ പെണ്ണിന്റെ ഒപ്പം മനുഷ്യ, കയ്യോ ഒറ്റ. നീ എന്തിനാണ് രമണി അവളെ നമ്മുടെ മുറി കെടുത്തിയത്? മുരളുടെ മുറി കെടുത്തിയ പോരായിരുന്ന? അവൻ അവിടെ തനിച്ചല്ലേ? തോന്നിയാസം പറയാതെ. ഒരു ചെറുപ്പക്കാരന്റെ മുറിയിൽ പ്രായപൂർത്തിയായ ഒരു പെണ്ണിനെ കിടത്താൻ പറയാൻ നോടല്ലേ മനുഷ്യ നിങ്ങൾക്ക്? അങ്ങനെയല്ലടി, അവൻ അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ട് അവൾ അവിടെ കെടുത്തിക്കൂടെന്നാ ചോദിച്ചത്. ഇതിപ്പോ രണ്ടുപേരും മാറിക്കൊടുക്കണ്ടേ? ആരാ ഈ രണ്ടുപേര്? ഞാൻ ആ കൊച്ചിന്റെ കൂടെ കിടന്നോളാം. നിങ്ങൾ എവിടെയെങ്കിലും പായം വിരിച്ച് കിടന്നോ. പാർട്ടിയിലായാലും വീട്ടിലായാലും എന്റെ അവസ്ഥ ഇത് തന്നെ. എന്നും പുറത്ത്. കാലപുരിക്ക് അയക്കുകയാണെങ്കിൽ ഞങ്ങളെ ഒരുമിച്ച് അയക്കണം. കാലപുരിക്ക് അയക്കുകയാണെങ്കിൽ ഞങ്ങളെ ഒരുമിച്ച് അരുത് കാലപുരിക്ക് ഇവിടെ എന്താ ഇത്? ആരെങ്കിലും കാണില്ല. അച്ഛൻ ഉറക്കായി. ചേച്ചി അടുക്കളയില്ല. മുരളിക്ക് എന്താ വേണ്ടത്? നന്ദന നാടകത്തിൽ അഭിനയിക്കരുത്. എനിക്കെന്തോ അത് ഇഷ്ടമല്ലോ. മുരളിയുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ ഞാൻ മുരളിയുടെ ഭാര്യ ഒന്നല്ലോ. അല്ല, മുരളി ഇതുവരെ എന്നോട് പറഞ്ഞതൊക്കെ കള്ളമല്ലേ? അത് പിന്നെ
വലിയ LIC ഏജന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ആണിക്കുറിപ്പിന് ചിട്ടി പിരിക്കലല്ലേ പണി? അല്ല, ഈ ചിട്ടി പിരിച്ച ഓമനക്കുട്ടൻ സാറിന്റെ അനിയനാണെന്ന കാര്യം പോലും മറച്ചു വെച്ചില്ലേ? എന്റെ അച്ഛനും ചേട്ടനും ഒക്കെ നാട്ടിൽ നല്ല നിലയും വിലയുള്ളവരാന്ന് പറഞ്ഞാൽ നീ എന്നോട് അടുക്കാൻ ഭയപ്പെടുന്നു കരുതി അടഞ്ഞു. എന്നുവെച്ചാ മുരളിയുടെ കുടുംബത്തെ ഭയക്കാൻ മാത്രമുള്ള കുറവുകൾ എനിക്കുണ്ടെന്നല്ലേ? നന്ദു പ്ലീസ്. ഓമനക്കുട്ടൻ സാറിന്റെ അനിയനാണ് മുരളി എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ പോലും വരില്ലായിരുന്നു. പറ്റിയത് പറ്റി. ഇനി എന്തെങ്കിലും ഒഴിവുകഴിവ് പറഞ്ഞ് നന്ദൻ ഇരുന്ന് പിന്മാറും. ഇല്ല മുരളി, ഒരു നാടകത്തിൽ അഭിനയിക്കാന്ന് ഞാൻ വാക്ക് പറഞ്ഞു പോയി. ഇനി ഞാൻ പിന്മാറി അത് ചതിയായി പോവും. ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇതിനൊരു താക്കോൽ പഴുത് പോലുമില്ലേ? പഴയ വാതിലല്ലേ, കാരണന്മാർക്ക് ഈ ബുദ്ധിയൊന്നും ഉണ്ടാവില്ലല്ലോ. മനുഷ്യ, നിങ്ങൾക്ക് നാണല്ലേ ഒരു പെണ്ണ് കിടക്കണ മുറിയിൽ ഇങ്ങനെ ഒളിഞ്ഞു നോക്കാൻ? അയ്യോ രമണി, ഞാൻ ഒളിഞ്ഞു നോക്കിയതല്ല. പിന്നെ കുനിഞ്ഞു നോക്കിയതോ? ദയവായിട്ട് എനിക്കിത് കാട്ടി തന്നത്. വീട്ടിനകത്ത് ഇതാണ് സ്ഥിതിയെങ്കിൽ നിങ്ങൾ വെളിയിൽ ഇറങ്ങിയാൽ എന്തൊക്കെ തോന്നിയാസങ്ങൾ ചെയ്യുന്നുണ്ടാവും. എന്റെ ഗുരുവായൂരപ്പ, എന്റെ ഒരു തലയിലെടുത്ത് ഇതായി പോയല്ലോ. ഒരു കാര്യം കൂടെ. എന്റെ രമണി, നീ നാറ്റിക്കല്ലേ? ആ കൊച്ചു ആരോ ഒരുത്തനായിട്ട് സംസാരിക്കുന്നത് കേട്ടിട്ടാ ഞാൻ നോക്കിയത്. അത് ശരി. അപ്പൊ ഞാൻ ഇതിനകത്ത് ആണുങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നല്ലേ? മനുഷ്യ, നിങ്ങളുടെ തോന്നിയാസം മറക്കാൻ എന്നെ കരുതേച്ച് കാണിച്ചാലുണ്ടല്ലോ. എന്റെ രമണി, നീ ആണുങ്ങളെ ഒളിപ്പിച്ച് വെച്ചിട്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ആ കൊച്ചു പോക്കറ്റിൽ ഇട്ടോണ്ട് വന്നോ? എന്റെ ഈശ്വര, എന്റെ നിഷ്കളങ്കത എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? രമണി, നിന്നാണ് അല്ല എന്നാണ് സത്യം. അവൾ ആരുമായിട്ടും സംസാരിച്ചു. ഞാൻ നോക്കും. നിങ്ങൾ പറഞ്ഞതെങ്ങനെ കള്ളമാണെങ്കിൽ എനിക്ക് ഭ്രാന്ത് വന്നാൽ എന്താ ചെയ്യുന്ന അറിയാലോ? അറിയാം, അറിയാം. എന്താ ചേച്ചി നോക്കുന്നേ? ഏയ് ഒന്നുമില്ല. അല്ല, നിനക്ക് ഈ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്ന സ്വഭാവം ഉണ്ടോ? ഞാൻ ഈ നാടകത്തിലെ ഡയലോഗ് പറഞ്ഞു പഠിക്കായിരുന്നു ചേച്ചി. ഓ, അത് ശരി. അപ്പൊ അതായിരിക്കും അങ്ങേര് കേട്ടത്. ആ, ഇന്നിനി നാടകം പഠിച്ചൊക്കെ മതി. കിടന്ന് ഉറങ്ങാൻ നോക്ക്. ബാക്കിയുള്ളവർക്കും കൂടെ ഒന്ന് നടു നോർക്കണം. സാധനം വഴി തന്നെ കയറി കിടന്നോളൂ. അറിഞ്ഞില്ല. ഈശ്വര, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. തലവഴി മൂടി പുതച്ചിടന്ന് ആരും ഒന്നും അറിയില്ലെന്ന വിചാരം. എന്താ രമണി കാണിക്കുന്നത്? നീയാണ് ചവിട്ടിയത്. എന്താ ചവിട്ടെ? ഞാൻ ചവിട്ടാൻ പോണേ ഉള്ളൂ. ഇങ്ങോട്ട് വാ മനുഷ്യ. അറിയല്ലേ? അയ്യോ, ഇറങ്ങ്. എന്റെ രമണി, ആ കൊച്ചുകൾ പുറകെ കാണൂല. നമ്മൾ പുറത്ത് കിടന്നാലും നിന്നെ അടുത്ത് കാണാതാവുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവൂലേ? വെറുതെ എന്റെ വാതിലെടുക്കണം കേൾക്കരുതേ. ഇങ്ങോട്ട് ഇറങ്ങും മനുഷ്യ. എനിക്ക് വാതിലടക്കണം. വാതിലടക്കാനാ? ഈ എന്തിനാണ്? അല്ലാതെ പിന്നെ എന്ത് ധൈര്യത്തിലാ നിങ്ങൾ അതിനകത്ത് കിടത്തേണ്ടത്? ഞാനൊന്നും കണ്ടില്ലെന്നാണ് വിചാരം. നീ എന്ത് കണ്ടെന്നാണ്? അതെ, ഞാൻ നേരെ വിളിക്കുമ്പോ പറഞ്ഞുതരാം. ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങും മനുഷ്യ. പുറത്ത് കിടന്ന പേടിയാവുന്നു. രമണി, ഞാൻ നിന്റെ ഭർത്താവാണ്, അത് നീ മറക്കരുത്. ഒരു ഭർത്താവ് വന്നിരിക്കുന്നു. ഞാൻ പിന്നെയും പുറത്തായി. ഇങ്ങനെ ഒരു ഭർത്താവിനെ വേണോ വേണ്ടെന്ന് എനിക്കൊന്ന് ആലോചിക്കണം. അങ്ങോട്ട് നീ കടവച്ചേ. ബാക്കിയുള്ളവരുടെ ഉറക്കം കെടുത്തി പോത്തോലെ കിടന്ന് ഉറങ്ങണം.